കഴിഞ്ഞ വർഷം സാറിൻ്റെ ഫിലിമായ ഷട്ടർ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു 70th IFFK. അപ്പോൾ സാർ സ്ഥിരം ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തവണ 18th IFFK സാർ റിവ്യൂറായിട്ട് വന്നു. എങ്ങനെയുണ്ട് രണ്ടും തമ്മിൽ? എനിക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനുള്ള സമയം കിട്ടിയിട്ടില്ല. കാര്യം ഞാൻ ഇന്നലെ വന്നുള്ളൂ. അപ്പോൾ ഇന്ന് വന്നു. ഞാൻ ഇന്ന് 2 സിനിമകൾ കണ്ടു. രണ്ടും വളരെ മികച്ച സിനിമകളായിരുന്നു. ഒരെണ്ണം റോക്കറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു, ബ്രില്യൻ ഫിലിം. പിന്നെ അതിനുശേഷം ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള നമ്മളുടെ ഏറ്റവും അടുപ്പമുള്ള ചേട്ടന്മാരെ കൂടി ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ കാണുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. പിന്നെ IFFK എന്നും ഒരു സിനിമയുടെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയുടെ ഫെസ്റ്റിവലാണ്. സിനിമ കാണുക എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആണെങ്കിൽ കൂടി ഒരുപാട് ആളുകളെ കാണുക, സംസാരിക്കുക. അതായത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫിലിം വ്യൂയിങ് അല്ലെങ്കിൽ സിനിമയെ കുറച്ചും കൂടി സീരിയസ് ആയി കാണുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ പരിചയം പുതുക്കാനും പിന്നെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഗെറ്റ് ടുഗദറാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടായ്മ ഇവിടെ 18th IFFK കാണാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇവിടെ അധികം മലയാളം സിനിമയിൽ എടുത്തു പറയാമെന്ന് നമുക്കൊരു പേരെടുത്ത് പറയാമെന്നുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല എന്ന് ഒരു അഭിപ്രായമുണ്ട്. എനിക്കൊന്നും ഇതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ എനിക്ക് ഈ ഫെസ്റ്റിവലിനോട് വേറൊരു തരത്തിൽ ഞാൻ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കിത് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഈ ഓണം വിഷുവൊക്കെ ആഘോഷിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ തിരക്കുകളും ഷൂട്ടിങ്ങിൻ്റെ അതൊക്കെ കൊണ്ടായിരിക്കാം. പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? എൻ്റെ ഇമീഡിയറ്റ് ആയിട്ട് റിലീസാകാൻ പോകുന്ന സിനിമ റാസ്പുട്ട് എന്ന സിനിമയാണ്. റാസ്പുട്ട് ഞാനും ശ്രീനാഥ് ബാസി, അജു വർഗീസ്, ജോയ് മാത്യു സീരീസ് ഓഫ് ആക്ടേഴ്സ് അഭിനയിച്ച സിനിമയാണ്. അത് ജനുവരിയിൽ റിലീസുണ്ടാവും. പിന്നെ അതിനുശേഷം ശ്രീ അനീഷ് സുഭാസൻ സംവിധാനം ചെയ്ത സെക്കൻഡ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസാവും. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ സിനിമ മസാല റിപ്പബ്ലിക് എന്നുണ്ട് സിനിമ. താങ്ക് യു സർ. താങ്ക് യു.